ഹാലലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ സർവശക്തനായ കർത്താവ് ഒരുക്കുന്ന എല്ലാ അവസരങ്ങൾക്കായും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ശബ്ദം നിങ്ങൾക്കെല്ലാം കേൾക്കാൻ കഴിയുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരെയും സർവശക്തനായ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മുടെ പ്രഭാത പ്രാർത്ഥന ആരംഭിക്കാൻ അല്പം വൈകി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സംഭവിച്ച ചെറിയ ഇൻകൺവീനിയൻസ് ഹൈലി റിഗ്രറ്റഡ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പലർക്കും രാവിലെ മെസ്സേജ് ചെന്നിട്ടില്ല. എന്നെ പലരും കോണ്ടാക്റ്റ് ചെയ്തു. ദയവായിട്ട് ദൈവമക്കൾ ക്ഷമിക്കുമെന്ന് പ്രത്യേകം റിക്വസ്റ്റ് ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് ഒന്ന് മെസ്സേജ് ഒന്നുകൂടി ഇട്ടാട്ടെ. നമ്മുടെ സഹോദരങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്യട്ടെ. എല്ലാവരെയും ദൈവനാമത്തിൽ വന്ദനം ചെയ്യുന്നു. കടന്നു വന്ന് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നവർ ദയവായിട്ട് നിങ്ങളുടെ ക്യാമറ ഒന്ന് ഓൺ ചെയ്യുക. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. വിശേഷിച്ച് ഞാൻ ഒത്തിരി സന്തോഷമുണ്ട്. ഇന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത് നമ്മുടെ ഷെറീസ് ബ്രദറെ, നിഷ സിസ്റ്ററെ, അനു ബ്രദറെ, ശാലി സിസ്റ്ററെ ഇവരെല്ലാവരും ഇരിക്കുന്ന ഭവനത്തിലാണ്. സ്തോത്രം. ഡാളസിൽ അവരുടെ വീട്ടിൽ നിന്നാണ് നമ്മൾ മീറ്റിംഗ് ഇന്ന് അറ്റൻഡ് ചെയ്യുന്നത്. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്കൊത്തിരി സന്തോഷം. നമ്മളോട് കൂടെ സ്ഥിരമായി എല്ലാ മീറ്റിങ്ങുകളിലും അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന കുടുംബങ്ങളോട് ചേർന്ന് ആയിരിക്കാൻ കർത്താവ് അവസരങ്ങൾ ഒരുക്കുന്നല്ലോ. ടൈം സോണൊക്കെ മാറിയത് കൊണ്ട് ഇപ്പോൾ എല്ലാ മീറ്റിങ്ങുകളിലും ഒന്നും അവർക്ക് പങ്കെടുക്കാൻ കഴിയുന്നില്ലെങ്കിലും പ്രത്യേകം നിങ്ങളെല്ലാവരും വന്ദനം അറിയിച്ചിട്ടുണ്ട്. എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒട്ടും സമയം കളയാതെ നമ്മൾ തുടർച്ചയായി ചെയ്തു വരുന്ന യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളിലേക്ക് നമ്മുടെ സമയത്തെ തിരിക്കാം. ഞാൻ ആമുഖമായി പറയാറുള്ളത് പോലെ സ്ക്രീനിലൊരു QR കോഡ് തെളിഞ്ഞു കാണും. ആ QR കോഡ് നമ്മുടെ ഓൺലൈൻ മീറ്റിങ്ങുകളുടെ അപ്ഡേറ്റ് ലഭിക്കുന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാനുള്ള QR കോഡാണ്. നമ്മുടെ മീറ്റിംഗ് ഈ മെസ്സേജ് പിന്നീട് യൂട്യൂബിൽ കാണാൻ കഴിയുന്നവർക്ക് ആ QR കോഡ് സ്കാൻ ചെയ്താൽ നമ്മുടെ മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് അപ്ഡേറ്റ് ആകാൻ കഴിയും. അത് ഇടയാകട്ടെ. നമ്മുടെ ഈ മീറ്റിങ്ങിന് ശേഷം നമ്മുടെ അന്നത്തെ മെസ്സേജിൻ്റെ ചില ഭാഗങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പഴയതുപോലെ എല്ലാവർക്കും വാട്സാപ്പിൽ അയച്ചു തരാൻ കഴിയുന്നില്ല. ഒന്ന്, നിയമപരമായി ഈ വാട്സാപ്പിൽ അയക്കുന്നതിന് ഒത്തിരി റെസ്ട്രിക്ഷൻസ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ട്, എല്ലാവർക്കും അയച്ചു തരുന്നത് പ്രാക്ടിക്കലും അല്ല. അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹിതർക്കൊക്കെ അത് അയച്ചു കൊടുക്കുക. അവർക്കും അത് അനുഗ്രഹമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്കൊരുമിച്ച് കടക്കാം. എല്ലാ കണ്ണും ദൈവസന്നിധിയിലേക്ക് ഒരു നിമിഷം പ്രാർത്ഥിച്ച്, കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് ഓടി വരുന്നു. വിശേഷിച്ച് ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധി വന്ന് യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഞങ്ങളോടുള്ള ദൈവത്തിൻ്റെ സന്ദേശം കർത്താവ് കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ചിന്തകൾ ഞങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കാൻ ഇടയാകേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. 100ഓളം കുടുംബങ്ങൾ ഈ മീറ്റിങ്ങിൽ ഇപ്പോൾ ഈ സൂമിൽ പങ്കെടുക്കുന്നു. ഞങ്ങളുടെ പല സഹോദരങ്ങളും ഇനിയും ജോയിൻ ചെയ്യാനായിട്ടുണ്ട്. എല്ലാവരെയും കർത്താവ് കൂട്ടി വരുത്തും. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അല്പസമയം വൈകി തുടങ്ങിയെങ്കിലും നമുക്ക് മീറ്റിംഗ് നീട്ടിക്കൊണ്ട് പോകാനുള്ള സാഹചര്യമില്ല. ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാൻ വൈകിയതുകൊണ്ടാണ് നമ്മുടെ സഹോദരങ്ങൾ പലരും ജോയിൻ ചെയ്യാൻ ലേറ്റ് ആകുന്നത്. എങ്കിലും നമുക്ക് മുൻപോട്ട് പോകാം. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 19 വരെയുള്ള വാക്യത്തിൽ കാണുന്ന 31-ാമത്തെ യേശുക്രിസ്തുവിൻ്റെ റെക്കോർഡായിട്ടുള്ള അത്ഭുതമാണ് നമ്മളിന്ന് ചിന്തിക്കാനായി പോകുന്നത്. സ്തോത്രം. യേശുക്രിസ്തു ചെയ്ത അനേക അത്ഭുതങ്ങളിൽ നാം ക്രോണോഗ്രാഫിക്കലായി തന്നെ ഓരോന്ന് പഠിച്ചു വരികയാണ്. നമ്മളതിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ്. ആരും ഈ ദിവസങ്ങളിലെ മീറ്റിങ്ങുകൾ മിസ് ചെയ്യരുത്. 31-ാമത്തെ മിറക്കിൾ ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ
നമുക്ക് വായിക്കണം. അല്പം വേഗത്തിൽ നമ്മുടെ സുജിയാൻ്റെ ആ ഭാഗങ്ങൾ വായിച്ചു തരും. അല്പം വേഗത്തിൽ ഒന്ന് വായിച്ചാട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചാട്ടെ. അവൻ യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുകയും ശമര്യയ്ക്കും ഗലീലയ്ക്കും നടുവിൽ കൂടി കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുന്ന നേരം കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവൻ എതിർപ്പെട്ടു. അകലെ നിന്നുകൊണ്ട്, യേശു നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ അവരെ കണ്ടിട്ട്, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പിരുന്ന് പറഞ്ഞു. പോകയിൽ തന്നെ അവർ ശുദ്ധരായി തീർന്നു. അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്നവന്റെ കാൽക്കൽ കവിണ്ണു വീണ് അവന് നന്ദി പറഞ്ഞു. അവനോ ശമര്യക്കാരനായിരുന്നു. 10 പേർ ശുദ്ധരായി തീർന്നില്ലേ? 9 പേർ എവിടെ? ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊണ്ടുപോകാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞിട്ട് അവനോട്, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, ഈ വേദഭാഗം നമുക്ക് നമ്മൾ ശ്രദ്ധയെ തിരിക്കാം. ജീസസ് വാസ് ട്രാവലിംഗ് ടുവേർഡ്സ് ജെറുസലേം ടു ദ റീജിയൻ ഓഫ് സമറിയ ആൻഡ് ഗാലിലി. യേശുക്രിസ്തു യെരുശലേമിലേക്കുള്ള യാത്രയാണ്. ശമര്യയ്ക്കും ഗലീലയ്ക്കും ഇടയിൽ യേശുക്രിസ്തു സഞ്ചരിക്കുകയാണ്. ഇങ്ങനെ യേശുക്രിസ്തു സഞ്ചരിച്ചു വരുമ്പോൾ അവിടെ നാം വായിച്ച വേദഭാഗത്തിനകത്ത് ഒരു ഗ്രാമത്തിൽ ചെല്ലും നേരം കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവന് എതിർപ്പെട്ടു. ശ്രദ്ധിച്ചേ, കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവനെ എതിർപ്പെട്ടു. ഞാൻ അവിടെ നിങ്ങോട്ടൊരു കാര്യം പറയട്ടെ. നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിൻ്റെ പ്രത്യേകത, ശകുനങ്ങളെ വിശ്വസിക്കുന്ന ഒരു ഗ്രൂപ്പുകളുടെ ഇടയിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? രക്ഷിക്കപ്പെട്ട് കയറി വന്നത്. സ്തോത്രം. ഞാനിത് പറയുമ്പോൾ ചിലരുടെ മനസ്സിലെങ്കിലും ആ ചിന്തകൾ വന്നെന്ന് എനിക്കറിയാം. ഒന്നോർത്ത് നോക്കിക്കേ, ഒരു ഗ്രാമത്തിലേക്ക് കയറുക, താലപ്പൊലിയല്ലേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്? യേശുക്രിസ്തു ഗ്രാമത്തിലോട്ട് കയറുമ്പോൾ ക്രൈസ്തലോട് പറഞ്ഞ് അകത്തോട്ട് കയറ്റുന്ന ആൾക്കാർ 10 കുഷ്ഠരോഗികളാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, സമൂഹത്തിൽ അംഗീകാരം ലഭിക്കാത്ത ഒരു ഗ്രൂപ്പ് യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ വന്ന് പെടുകയാണ്. സ്തോത്രം. റോയൽ വെൽക്കം ആയിരുന്നില്ല യേശുവിനോട് ലഭിക്കുന്നത്. പകരം പലരും തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള ഒരു കൂട്ടം ആളുകൾ യേശുവിനെ എതിർപ്പെടുന്നു. ഞാൻ അവിടെ ഒരു ചിന്ത പറഞ്ഞാരംഭിക്കാം. ക്യാമറ ഓൺ ചെയ്യാൻ കഴിയുന്നവരെല്ലാം ഒന്ന് ക്യാമറ ഓൺ ചെയ്ത് ഈ സന്ദേശം കേൾക്കണം. നിങ്ങളുടെ മുഖം കണ്ട് ശുശ്രൂഷിക്കാൻ ഇടയാകട്ടെ. ശ്രദ്ധിച്ചേ, 100 പേരുടെ ചിരിക്കുന്ന മുഖം കണ്ടുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ ഒരു സന്തോഷമാണ്. സ്തോത്രം. ശ്രദ്ധിച്ചേ. അപ്പോൾ ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. ചില എൻട്രി അത്ര മനോഹരമല്ലെന്ന് തോന്നിയാലും അവിടെ നടക്കാൻ പോകുന്ന ദൈവപ്രവൃത്തി ഭയങ്കരമായിരിക്കും. ആമേൻ. എല്ലാവരും സ്തോത്രം പറഞ്ഞേ. ചില എൻട്രികൾ ചിലപ്പോൾ നീ ചിന്തിക്കുമ്പോൾ അത്ര മനോഹരമല്ലേലും അസാധാരണമായ രീതിയിൽ യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ മേൽ കിടക്കുന്ന ശുശ്രൂഷ അവിടെ വെളിപ്പെടുന്ന മാസ് ഹീലിങ്ങുകൾക്ക് അത് ഭാഗമായെന്ന് വരാം. ആരംഭങ്ങൾ ചെറുതാണെങ്കിലും പരിശുദ്ധാത്മാവ് പറയുന്നു, വലിയ സാഹചര്യങ്ങൾക്കകത്തുനിന്ന് നീ ഒത്തിരി താഴോട്ട് വന്ന് ചില ആരംഭങ്ങൾ തുടങ്ങിയില്ലേ, ആത്മാവ് ഇടപെടുന്നു. എൻട്രി അല്ല കാര്യം. നീ കാല് വെക്കാൻ പോകുന്നത് നിൻ്റെ പ്രോമീസിലേക്കാണ്. ഹല്ലേലൂയ. എത്ര പേര് പറയും? സ്തോത്രം, 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 സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ രാജാക്കന്മാർ നിന്നെ സ്വീകരിക്കാൻ വന്നില്ലെങ്കിലും, മന്ത്രിമാർ നിന്നെ സ്വീകരിക്കാൻ വന്നില്ലെങ്കിലും, ഹലോ, ദേശത്തിലെ ന്യായാധിപന്മാർ നിന്നെ സ്വീകരിക്കാൻ വന്നില്ലെങ്കിലും, നീ ആദ്യം കാണുന്നത് തന്നെ മനുഷ്യൻ്റെ ഭാഷയെ പറഞ്ഞാൽ ദുശകുനമാണേലും, രോഗങ്ങളൊന്നും ദുശകുനങ്ങളല്ല കേട്ടോ. ഞാൻ ആ യെരുശലേമിലെ പ്രത്യേക സാഹചര്യത്തിലാണ് പറഞ്ഞത്. പക്ഷേ ഒരു കാര്യം തിരിച്ചറിഞ്ഞോണം, നീ കാല് വെക്കാൻ പോകുന്നത് അസാധാരണമായ ചില ദൈവിക നിയോഗങ്ങളിലേക്കാണ്. ചെറിയ ആരംഭങ്ങളിലായിരിക്കുന്ന ചിലതിനോട് പരിശുദ്ധാത്മാവ് പറയുന്നു, മൂവ് ഫോർവേഡ്. ഇന്നു വരെ കാണാത്തതുപോലെ വലിയ അനുഗ്രഹങ്ങളെ, വലിയ മഹത്വങ്ങളെ,
സ്വർഗം ആ ഗ്രാമത്തിൽ ചെയ്യും. ശ്രദ്ധിച്ചേ, ഇവിടെ ലൂക്കോസ് സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ ഒരു പദം കണ്ടോ? അകലെ നിന്നുകൊണ്ട് യേശു നായക ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ വിളിച്ചു. അകലെ നിന്നുകൊണ്ട്. ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. ഡിസ്റ്റൻസ് കുഡ് നോട്ട് സ്റ്റോപ്പ് ദെയർ ക്രൈ. അവരുടെ സാഹചര്യ നിമിത്തം, ബിക്കോസ് ഓഫ് ദെയർ സ്പെഷ്യൽ കണ്ടീഷൻ, ദ ലെപ്പേഴ്സ് സ്റ്റുഡ് അഫാർ ഓഫ്, അല്ലേ, ദൂരെ നിന്നു എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയിൽ നിന്ന്. ഇറ്റ്സ് എ സെപ്പറേഷൻ ഫ്രം ദ നോർമൽ സൊസൈറ്റി. യേശുവിൻ്റെ നാമത്തിൽ യു മേ ഫീൽ ഫാർ ഫ്രം ദ എവറി വൺസ് കമ്പനി എന്ന് പറഞ്ഞാൽ നീ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് അല്പം മാറി നിന്നവനാണെന്ന് നിൻ്റെ സാഹചര്യം നിന്നോട് പറഞ്ഞെന്ന് വരാം. ബട്ട് യു ആർ നെവർ ടു ഫാർ ഫോർ ജീസസ് ടു ഹിയർ യു. നീ സമൂഹത്തിൽ നിന്ന് അകലെ നിന്നാണ് സംസാരിക്കുന്നതെങ്കിലും പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, നിൻ്റെ സാഹചര്യം നിന്നെ യേശുവിൽ നിന്ന് അകറ്റുന്നില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നമ്മൾ പാടി ആരാധിച്ചതല്ലേ? റേണു സിസ്റ്റർ വളരെ ആത്മനിറവിൽ ആ പാട്ടുകൾ പാടി ആരാധിച്ചില്ലേ? ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഞാൻ പരിശുദ്ധാത്മാവിലൊരു പഠനം നിങ്ങളോട് പറയാം. നിൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരുവനുണ്ട്, നിൻ്റെ കണ്ണുനീരിനെ ചെവി ചായ്ക്കുന്ന ഒരുവനുണ്ട്. പല മേഖലകളിലും സമൂഹത്തിൽ നിന്നെ ചേർത്ത് പിടിക്കാൻ പറ്റാതെ വരുമ്പോൾ, പല മേഖലകളിലും നിന്നെ അകറ്റി നിർത്തുമ്പോൾ, ചിലർ നിന്നെ അകറ്റി നിർത്തുമ്പോൾ, അകലെ നിന്ന് ഒരുവൻ്റെ കണ്ണുനീര്, ഓ ജീസസ്, the disease or the condition determined their social distance, but it could not ever determine their access to the Christ. സാഹചര്യം ഒരു പക്ഷേ നിന്നെ അകറ്റി നിർത്തിയെന്ന് വരാം. പക്ഷേ ഇന്ന് പകൽ ഞാൻ ഈ പ്രഭാതത്തിൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ സാഹചര്യത്തിനൊരിക്കലും യേശുവിൻ്റെ ചെവിയിൽ നിന്ന് നിൻ്റെ കണ്ണുനീരിനെ കേൾക്കാതെ മാറ്റി നിർത്താൻ കഴിയില്ല. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. രണ്ടാമത്തെ ചിന്ത, ഒന്ന്, സാഹചര്യങ്ങൾക്ക് യേശുവിനെ അകറ്റാൻ കഴിയില്ല. രണ്ടാമത്തെ ചിന്ത, 13-ാം വാക്യത്തിൽ ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് പറഞ്ഞു. 14-ാം വാക്യത്തിൽ യേശു അവരെ സൗഖ്യമാക്കിയില്ല. ആക്കിയോ? 14-ാം വാക്യത്തിൽ അവൻ അവരെ കണ്ടിട്ട് നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പീനെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അത്ഭുതം വന്നിട്ട് സാക്ഷ്യം പറയാൻ പോകാനല്ല യേശു പറഞ്ഞത്. ദേ ഹാഡ് ടു മൂവ് ബിഫോർ ദേ സോ ദ മിറക്കിൾ. അവർ അത്ഭുതം കാണുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ചലിക്കേണ്ടി വന്നു. യേശു പറയുക, പോയി പുരോഹിതന്മാർക്ക് കാണിക്ക്. ദേ വേർ സ്റ്റിൽ ലെപ്പേഴ്സ് വെൻ ദേ സ്റ്റാർട്ടഡ് വാക്കിംഗ്. യേശുവിൻ നാമത്തിൽ എന്ന് പറഞ്ഞാൽ ദൈവശബ്ദം കേട്ടിട്ടും അവർ സൗഖ്യമായിട്ടില്ല. അതിനു മുമ്പേ, ഹലോ, ബിഫോർ യുവർ ഹീലിംഗ് ജീസസ് ഈസ് ഡിമാൻഡിങ് എ സ്റ്റെപ്പ് ഫോർവേഡ് ഇൻ യുവർ ലൈഫ്. നീ ആത്മമണ്ഡലത്തിനകത്ത് ചില വിടുതലുകളെ കർത്താവെ നീ അയച്ചാൽ ഞാൻ സ്റ്റെപ്പ് എടുക്കാമെന്നല്ലേ പറയുന്നത്? നോ, അതിനപ്പുറം നീ ചിലത് കാണുന്നതിന് മുമ്പ് തന്നെ യേശുക്രിസ്തു നോക്കുന്നു നിൻ്റെ തീരുമാനം എന്താണ്, നിൻ്റെ ആക്ഷൻ എന്താണ്. സോ അവരെന്തെന്നറിയാമോ? ആൻഡ് സോ ഇറ്റ് വാസ് ദാറ്റ് ആസ് ദേ വെന്റ് ദേ വെർ ക്ലെൻസ്ഡ്. അവർ മുൻപോട്ട് ചലിക്കാൻ തുടങ്ങിയപ്പോൾ അവർ ശുദ്ധമാകാൻ തുടങ്ങി. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് പറയും, നിൻ്റെ ആദ്യ സ്റ്റെപ്പിന് മുമ്പ് ചിലപ്പോൾ മിറക്കിൾ വരണമെന്നില്ല. സംടൈംസ് ദ മിറക്കിൾ ഡസൻറ്റ് കം ബിഫോർ ദ ഫസ്റ്റ് സ്റ്റെപ്പ്. പക്ഷേ ഇറ്റ് വിൽ ഹാപ്പൻ വൈൽ യു ആർ ഒബേയിങ്. നീ അനുസരണത്തിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ നീ പോലും അറിയാതെ ആമേൻ അത്ഭുതം നിന്നെ പിന്തുടരാൻ തുടങ്ങും. ഹലോ, ഞാൻ ഇത് പറയുമ്പോൾ ജീവിതത്തിൽ ദൈവശബ്ദം കേട്ടിട്ട് ഒരു ചലനവും കാണാതെ, ആമേൻ സ്തോത്രം, ഒരത്ഭുതവും കാണാതെ ഇന്ന് പകൽ 110ഓളം കുടുംബങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ദൂത് കേട്ടിട്ടും ഒരു ചലനവും കാണാതെ വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് വെക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ നിങ്ങളെ നോക്കിയാണ് ഞാൻ പരിശുദ്ധാത്മാവിൽ ദൂത് കൈമാറുന്നത്. അവർ പോകയിൽ തന്നെ
അവർ ശുദ്ധരായി തീർന്നു. വാ തുറന്ന് പറഞ്ഞ് അവർ പോകയിൽ തന്നെ. ഞാൻ ഈ ദൂതനെ അമ്മൻ ഇവിടെയുള്ള ദൈവജനത്തിൻ്റെ മേൽ ആത്മാവിൽ റിലീസ് ചെയ്യുന്നു. എബ്രഹാം അച്ചാൻ്റെ മേൽ റിലീസ് ചെയ്യുന്നു. ജോസഫ് അച്ചാൻ്റെ മേൽ റിലീസ് ചെയ്യുന്നു. സൈച്ചാൻ്റെ മേൽ റിലീസ് ചെയ്യുന്നു. ചിന്നമ്മ ആൻറ്റിയുടെ മേൽ റിലീസ് ചെയ്യുന്നു. ബെൻസിസ്റ്ററുടെ മേൽ റിലീസ് ചെയ്യുന്നു. ഹലോ 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 ഒന്ന് സ്തോത്രം പറഞ്ഞോണേ. സന്തോഷിച്ചാൻ്റെ മേൽ റിലീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, ഒന്നും കാണാതെ ഒരു സ്റ്റെപ്പ് വെക്കാൻ നീ തയ്യാറാണോ? കർത്താവ് നീ ഇന്നത് ചെയ്താൽ ഞാൻ ഇന്നത് ചെയ്യാം എന്നുള്ളതിനപ്പുറത്ത് നാഥ നിൻ്റെ വാക്ക് കേട്ട്, യേശുവിൻ നാമത്തിൽ പത്രോസ് പറഞ്ഞതല്ലേ, നാഥ രാത്രി ഞാൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, എന്നാലും നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം. കണ്ടോ, നിൻ്റെ വാക്കിന്. ഹല്ലേലൂയ, ആമേൻ. അത്ഭുതം കണ്ട് ചലിക്കുന്നവരെ അല്ല യേശുവിന് ആവശ്യം, പകരം അത്ഭുതം കാണുന്നതിന് മുമ്പും തൻ്റെ വാക്കിനു പുറകിൽ ചലിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ യേശുവിൻ നാമത്തിൽ എത്ര പേര് പറയുന്നുണ്ട്, എനിക്ക് അത്ഭുതമല്ല വിഷയം, ദൈവത്തിൻ്റെ വാക്കിനൊത്ത് ചലിക്കാൻ എനിക്കൊരു കൃപ വേണമേ കർത്താവ് എന്ന് പറയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ നാമത്തിൽ ഒന്ന് പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ. കർത്താവേ, ഞാൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ആമേൻ സ്തോത്രം വാക്കുകൾ കേൾക്കുന്ന ഈ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങുക. പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നിൻ്റെ ഒരു സ്റ്റെപ്പിൻ്റെ മുമ്പിൽ ആമേൻ ഇന്ന് വരെ നീ കൊണ്ടു നടന്ന ചിലതിനെ കർത്താവ് അങ്ങ് ഇല്ലാതാക്കും. ഓ ജീസസ് യേശുവിൻ നാമത്തിൽ ഇന്നു വരെ നീ കൊണ്ടു നടന്ന ആ ബർഡൻ, നീ കൊണ്ടു നടന്ന ആ രോഗം, നീ കൊണ്ടു നടന്ന ആ പ്രശ്നം യേശുക്രിസ്തു എടുത്തു മാറ്റും. ഹല്ലേലൂയ. എടുത്തു മാറ്റും യേശുവിൻ നാമത്തിൽ. ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കാൻ വുഡ് യു പ്ലീസ് മൂവ് ഫോർവേഡ്, വുഡ് യു പ്ലീസ് പ്രൊസീഡ് ഇൻ ദ ഒബീഡിയൻസ്. ആത്മാവിൽ ചോദിക്കുന്നു, വിശ്വാസത്താൽ അത്ഭുതങ്ങളുടെ പുറകെ പോകാതെ അത്ഭുതങ്ങളെക്കാൾ ഉപരി ദൈവസ്നേഹത്തിന് പ്രാധാന്യം കൊടുക്കാൻ നിങ്ങൾ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? Faith was not merely what they believed, but it was the direction in which they walked. ശ്രദ്ധിച്ചേ, അവർ വിശ്വസിച്ചിടത്തായിരുന്നില്ല ആ സൗഖ്യം ചലിച്ചത്, പകരം അവർ ദൈവശബ്ദത്തെ അനുസരിച്ചതിനകത്തായിരുന്നു. ഒരു ഹല്ലേലൂയ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്തോത്രം. നാലാമത്തെ ചിന്ത അല്പം ഞങ്ങൾ പാസ്റ്റർമാർക്ക് വേദനയുള്ളതാണ്. 15-ാം വാക്യം വന്നപ്പോൾ 14-ാം വാക്യത്തിൽ അവർ ശുദ്ധരായിത്തീർന്നു. എന്താ 14-ാം വാക്യത്തിൽ ആ ശുദ്ധരായിത്തീർന്നു? അവർ സഹിച്ചായ പോയവരെല്ലാം ശുദ്ധമായി. പക്ഷെ 15-ാം വാക്യത്തിൽ ഒരുത്തൻ മാത്രം മടങ്ങി വന്നു. ശ്രദ്ധിക്കണേ. അല്ലേലും 10 പേർക്ക് നിന്നെക്കൊണ്ട് ഗുണമുണ്ടായാൽ ഒരാളേക്കാൾ അധികം നന്ദിയുള്ളവരെ എക്സ്പെക്റ്റ് ചെയ്യരുത്. സ്വത്രം. പലരും ചിരിക്കും. നിങ്ങൾക്ക് അങ്ങനത്തെ ഒത്തിരി പേരെ പരിചയമുണ്ടെന്ന് തോന്നുന്നു. ശോഭ ആൻറ്റി, 10 പേർക്ക് നമ്മൾ ഗുണം ചെയ്താൽ ഒരെണ്ണം മാക്സിമം നന്ദിയുള്ളവനെ കിട്ടിയാലായി അല്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, യേശുവിൻ്റെ കമ്പനിക്കകത്ത് 12 പേര് ഒരുത്തനെ ഉള്ളായിരുന്നു നാശയോഗ്യൻ. ഇപ്പം 11 നാശയോഗ്യന്മാരാണ്. ഒരെണ്ണം മാത്രമൊക്കെ പെട്ടുപഴിച്ച് നല്ലതിനെ കിട്ടിയാലായി. സത്യമല്ലേ? നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. നിങ്ങൾ നിങ്ങളുടെ പലരുടെയും ജീവിതത്തിൽ ഇടപെട്ടിട്ടില്ലേ? പലരുടെയും ജീവിതത്തിൽ സഹായിച്ചിട്ടില്ലേ? സഹകരിച്ചിട്ടില്ലേ? ഇതെല്ലാം നന്ദിയോടെ തിരിച്ചു നിന്നായിരുന്നെങ്കിൽ നിങ്ങൾ ആരായനല്ലേ? പക്ഷെ എനിക്കവിടെ ഒരു കാര്യം മനസ്സിലായി. എന്താണെന്നറിയാമോ? ഒരേ അത്ഭുതം ഒരേ റെസ്പോൺസ് കൊണ്ടുവരണമെന്നില്ല. ദ സെയിം മിറക്കിൾ ഡസ് നോട്ട് പ്രൊഡ്യൂസ് ദ സെയിം റെസ്പോൺസ്. ഒരേ അത്ഭുതം വ്യത്യസ്ത റെസ്പോൺസുകൾ കൊണ്ടുവരാം. 10 were cleansed, but only 1 returned. സ്തോത്രം. ഒന്നുകൂടെ പറഞ്ഞാൽ, അവിടെ ഞാൻ നിങ്ങളോട് ചിന്ത പറയാം. നന്ദിയുള്ളൊരു ഹൃദയം വേണം കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരിനകത്തുണ്ട്? Receiving from God is common, but returning to God is the test of your heart. ദൈവത്തിൽ നിന്ന് വാങ്ങുന്നത് കോമൺ ആണ്. വാങ്ങിക്കാത്ത ആരും ഇതിനകത്ത് ഇരിപ്പുണ്ടോ? വാങ്ങിച്ചവരെല്ലാം കൈ ഉയർത്തി. കർത്താവിൻ്റെ കയ്യിൽ നിന്ന് നന്മ വാങ്ങിച്ചവർ മാത്രം ആ കൈ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം. എനിക്കുറപ്പാണ്,
ഇതിനകത്തുള്ള 110 കുടുംബങ്ങളും ഇപ്പോൾ ദൈവത്തിൽ നിന്ന് വല്ലതും പ്രാപിച്ചവരാണെന്ന് എനിക്കറിയാം. പക്ഷേ തിരിച്ച് നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൽ നിന്ന് വാങ്ങിച്ച പോലെ തന്നെ ദൈവത്തിന് കൊടുക്കാൻ എല്ലാവർക്കും പറ്റുന്നുണ്ടോ? മിറക്കിൾസ് ക്യാൻ ചേഞ്ച് സർക്കംസ്റ്റൻസസ് വിത്തൗട്ട് നെസസറിലി ചേഞ്ചിങ് ദ ക്യാരക്ടർ. അത്ഭുതങ്ങളെല്ലാം സ്വഭാവങ്ങളെ ഒരുപോലെ നല്ലതാക്കണമെന്നില്ല. ബട്ട് ഗ്രാറ്റിറ്റ്യൂഡ് റിവീൽസ് വാട്ട് ഹാപ്പൻസ് ഇൻസൈഡ് അവർ ഹാർട്ട്. എന്ന് പറഞ്ഞാൽ ദൈവത്തിനോടുള്ള നമ്മുടെ നന്ദിയുണ്ടല്ലോ, ഗ്രാറ്റിറ്റ്യൂഡ്, അതാണ് ആ അത്ഭുതം നിൻ്റെ ജീവിതത്തിൽ എങ്ങനെ വരുത്തി എന്നുള്ളതിൻ്റെ മാറ്റം. ഒരു ഹല്ലേലൂയ പറയണം. ഇന്ന് പകലിൽ എൻ്റെ സന്ദേശം കേൾക്കുന്നവരിൽ ദൈവത്തോട് നന്ദിയുള്ളവരായിട്ട് എനിക്ക് ജീവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിര്. ഞാൻ അനുഭവിച്ച സകലത്തിനും എൻ്റെ പൊന്നുനാഥ അങ്ങയ്ക്ക് നന്ദിയുള്ളൊരു ഹൃദയം എനിക്ക് തരണേന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? യേശുവിൻ്റെ നാമത്തിൽ. ഇനി അടുത്തൊരു ചിന്ത, 5ാമത്തെ ചിന്ത. അതിൻ്റെ 16ാം വാക്യത്തിൽ കാൽക്കൽ കവിണു വീണ് അവന് നന്ദി പറഞ്ഞു. അവനോ ശമര്യക്കാരനായിരുന്നു. ശ്രദ്ധിച്ചേ, ശമര്യക്കാരനായിരുന്നു. An outsider became the example of gratitude. എന്ന് പറഞ്ഞാൽ അവൻ തിരിച്ചു വന്നവൻ. He was a Samaritan, a person the Jewish audience might least expect Jesus to comment. ഉണ്ടോ? എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ ഓഡിയൻസ് യേശു ക്രിസ്തു എന്താ പറഞ്ഞേ, എന്താ, they least expect Jesus to comment. ഹല്ലേലൂയ. എൻ്റെ മനസ്സിൽ ഒരു ചിന്ത വന്നു. ചില അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാത്തവനെ ദൈവസന്നിധി കൊണ്ടുവരും. Sometimes the person considered the least from God understands grace better than those who think they are close. ദൈവത്തോട് അടുത്തുള്ളവനെന്ന് നാം ചിന്തിക്കുന്ന പലരെക്കാളും അകന്നു നിൽക്കുന്നവനെന്ന് കരുതുന്നവനായിരിക്കും യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഓടി കയറുന്നത്. നീ പലരെയും അടുത്തവരായി കണ്ടിട്ടില്ലേ? പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഒരത്ഭുതം തെളിയിക്കും ആരാണ് ദൈവവുമായിട്ട് നന്ദിയുള്ളവനെന്ന്. ഞാനിത് പറയുമ്പോഴേ സമൂഹത്തിൽ നീ ഉൾപ്പെട്ട് നിൽക്കുന്ന പല മേഖലകൾക്കകത്തും പലരും സോ കോൾഡ്, ഇൻ ദ കൊട്ടേഷൻ, സോ കോൾഡ് അടുപ്പം കാണിച്ച് നിൽക്കുന്നിടത്ത് ഒരത്ഭുതം സ്വർഗം കൈമാറും. ആ അത്ഭുതം തെളിയിക്കും ദൈവവുമായിട്ട് അടുത്തവൻ ആരാണെന്ന്. ഹല്ലേലൂയ, യേശുവിൻ്റെ നാമത്തിൽ. അതെ, ദൈവശബ്ദം ഞാൻ കേൾക്കുന്നൊരു ദൈവശബ്ദം ഒന്ന് പറയട്ടെ. നന്ദിയുള്ളവനെ സ്വർഗം റിവീൽ ചെയ്യും. ഒരു ഹല്ലേലൂയ പറയണേ. നന്ദിയുള്ളവനെ സ്വർഗം റിവീൽ ചെയ്യും. സമൂഹം അറിയാൻ പോകുന്നു ദൈവഭക്തിക്കകത്ത് നന്ദിയുള്ളത് ആരെന്ന്. ഓ ജീസസ്, നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് എന്നോട് ആ പദം അങ്ങനെ പറയുന്നു കേട്ടോ. നന്ദിയുള്ളവൻ ആരെന്ന് ലോകം, സ്വർഗം തെളിയിക്കും. മിടുക്കന്മാർ ചിലർ അല്ലേ? അവിടെ ചോദിക്കുന്നൊരു ചോദ്യം, ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞു. കണ്ടോ, ഒരന്യജാതിക്കാരൻ മാത്രം യേശുവിൻ്റെ അടുക്കലേക്ക് ഓടി വന്നു. ജീസസ് ഓവർടേൺസ് റിലീജിയസ് അസംഷൻസ്. സ്പിരിച്വൽ പ്രിവിലേജസ് ഡസ് നോട്ട് ഓട്ടോമാറ്റിക്കലി പ്രൊഡ്യൂസ് സ്പിരിച്വൽ ഗ്രാറ്റിറ്റ്യൂഡ്സ്. യേശുവിൻ്റെ നാമത്തിൽ 10 പേരും സൗഖ്യമായി. ഒരു വ്യക്തി മാത്രം സൗഖ്യദായകൻ്റെ അടുക്കലേക്ക് ഓടി വന്നു. യേശു പറയുന്നത്, റൈസ്, ഗോ യുവർ വേ, യുവർ ഫെയ്ത്ത് ഹാസ് മെയ്ഡ് യു വെൽ. നിന്റെ വിശ്വാസം നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഡോണ്ട് ബിക്കം സോ എക്സൈറ്റഡ് അബൌട്ട് വാട്ട് ജീസസ് ഗേവ് യു that you walk away from Jesus who gave it. എന്ന് പറഞ്ഞാൽ നിനക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ കണ്ട്
അത് ദൈവത്തിൽ നിന്ന് അകലാൻ കാരണമാകൽ. ഇന്നും സ്വർഗം നൽകിയ അനുഗ്രഹങ്ങളാണ് പലരെയും ദൈവത്തിൽ നിന്ന് അകറ്റുന്നത്. യേശുവിൻ്റെ നാമത്തിൽ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നല്ല കാറ് കർത്താവ് തന്നതുകൊണ്ടാണ് പാർക്കിംഗ് സ്പേസ് ഇല്ലെന്ന് പറഞ്ഞ് നീ മീറ്റിങ്ങിന് പോകാതിരിക്കുന്നത്. മറ്റു നടന്ന നീ മീറ്റിങ്ങിന് പോകുമായിരുന്നു. ഹലോ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. നിനക്ക് ദൈവം നൽകിയ നന്മകളാണ് ഇന്ന് പലരെയും ദൈവത്തിൽ നിന്ന് അകറ്റിയിരിക്കുന്നത്. പക്ഷെ പരിശുദ്ധാത്മാവിൽ ആ പദം ഞാൻ പറയാം, തിരിച്ചറിയുക. സഹോദരങ്ങളെ, 10 പേരും ത്വക്കിന് മാറ്റം വന്ന പോലെ പോയത്. എന്താ ഒന്ന് പറഞ്ഞേ? ത്വക്കിന് മാറ്റം വന്ന പോലെ 10 പേരും പോയത്. പക്ഷെ ഒരുത്തൻ മാത്രം ഹൃദയത്തിന് മാറ്റം വന്നവനായിപ്പോയി. ഓ ജീസസ്. 10 പേരും ത്വക്കിന് മാറ്റം വന്നുപോയി. അതിൽ 9 പേരും ത്വക്കിന് മാത്രം മാറ്റം വന്നു പോയപ്പോൾ ഒരുവൻ തന്നെ സൗഖ്യമാക്കിയവനോടുള്ള സ്നേഹത്തിനകത്ത് കടന്നുപോയി. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്നും ഒരു പ്രൊഫറ്റിക്കൽ മെസ്സേജ് അല്ലേ നമ്മൾ കേൾക്കാറുള്ളത്? ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ലഭ്യമായ അനുഗ്രഹങ്ങൾക്കൊത്തവണ്ണം ഹൃദയത്തിന് മാറ്റം വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവ് നിങ്ങളെ സ്പർശിക്കട്ടെ. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. എല്ലാ കണ്ണും ദൈവസന്ധ്യ അടയട്ടെ. കർത്താവിനോട് പറ, അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്കകത്ത് ദൈവസ്നേഹത്തെ ഒന്ന് തിരിച്ചറിയാനൊരു കൃപ എനിക്ക് തരണമേ കർത്താവേ എന്നൊന്ന് പ്രാർത്ഥിച്ചേ. നാഥാ, ഞാൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അടിയനെയും തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാഥാ, ഞങ്ങളൊക്കെ ഒത്തിരി അനുഗ്രഹങ്ങൾ അനുഭവിച്ചവരാണ്, ഒത്തിരി നന്മകൾ അനുഗ്രഹിച്ചവരാണ്. എന്നാൽ ഞങ്ങളുടെ അനുഗ്രഹങ്ങൾക്കകത്തൊക്കെ ഞങ്ങൾ വേണ്ടതുപോലെ യേശുനാഥനെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞോ എന്ന് ഞങ്ങൾ അറിയുന്നില്ല. ഈ പ്രഭാത പ്രാർത്ഥനയുടെ ഈ സന്ദേശത്തിനകത്ത് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നാഥാ, അങ്ങയുടെ സാന്നിധ്യത്തിന് വേണ്ടി നിൽക്കാൻ ഞങ്ങളുടെ ഹൃദയത്തെ നന്ദിയുള്ള ഹൃദയമായി ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവിനെ വേണ്ടതുപോലെ അറിയാൻ കഴിയാത്ത പലരും ഈ സന്ദേശം കേൾക്കുന്നുണ്ടായിരിക്കാം. കർത്താവെ, അവർ ക്രിസ്തുവിനെ അധികം നന്ദിയോടെ സ്നേഹിക്കത്തക്ക തരത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടതിന് നന്ദി പറയുന്നു. അത് യേശുവിൻ നാമത്തിൽ